Good afternoon, everyone. On behalf of Mother Seminar Residential, I extend a warm and heartfelt welcome to all of you. Today is a very special occasion as we have gathered here for a session on mental health of students. With great pleasure, I welcome our esteemed guest, Dr. Srinath MBBS and DCH. Sir, we are truly honored to have you with us today. Your expertise and guidance will help us understand and how best to nurture the mental and emotional health of our children. Hearty welcome, sir. I take this opportunity to welcome our respected parents whose presence reflects their care and concern for the growth and happiness of their children. Your encouragement and support are the foundation of our students' success. Dear parents, hearty welcome to this program. Dear students, parents and staff, together let us make the most of this session by listening, learning and applying these valuable insights in our daily lives. Once again, a warm welcome each one of you. Thank you. സാമൂഹികപരമായിട്ടുമുള്ള ഒരു സുഖമായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ സാധാരണ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. അതായത് ശാരീരികമായ ആരോഗ്യം. അപ്പോൾ അത് നമ്മളെപ്പോഴും നമുക്കൊരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന വന്നു, ചുമ വന്നു, പനി വന്നു, ഇങ്ങനെയുള്ള പുറത്തേക്ക് പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള ശാരീരിക അവസ്ഥകൾ, അതെപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യും. ഇത് നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടിയിട്ട് എപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റൽസിലേക്കോ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തും. എപ്പോഴും ഒരു ഗ്രേ ഏരിയ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ആശുപത്രിയിലേക്ക് പോകാൻ പഠിക്കുകയും ഡോക്ടേഴ്സിനെ കാണാൻ എപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിഗ്മ കൊണ്ട് റീച്ച് ആവാത്തൊരു സാധനമാണ് ഈ മാനസികാരോഗ്യം, അല്ലെങ്കിൽ എന്താ പറയുക മെൻ്റൽ ഡിസീസ്. അപ്പം സാധാരണ രീതിയിൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത് മൊത്തത്തിൽ പിന്നെ മാനസികാരോഗ്യം, ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാർ ഒരു 10% പോലും എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ചികിത്സ തേടുന്നില്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും പേരൻസിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്, അവരുടെ ഫാമിലിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും വളരെ വലിയ രീതിയിൽ ഇതിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പലതരം വെല്ലുവിളികളാണ് എപ്പോഴും നേരിടുന്നത്. നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ മീഡിയാസ് വഴിയുള്ള കുറേ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, കുറേ ഈ വർഷം മുതൽ സർക്കാരൊക്കെ നല്ല രീതിയിൽ ക്യാമ്പയിനിങ് നടത്തിയതാണ് നമ്മുടെ ഈ സ്കൂളുകളിലെ അല്ലെങ്കിൽ കോളേജുകളിലെ നമ്മുടെ ലഹരി ഉപയോഗം, അതായത് ഡ്രഗ് അഡിക്ഷൻ. അതൊക്കെ വളരെ എന്താ പറയുക, അതൊരു സാധാരണ എന്ന രീതിയിലേക്ക് തന്നെ മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം ഈ വക വളരെ എന്താ പറയുക, കുട്ടികൾ വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു രീതിയിലൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ടും ഒക്കെ അവർ തെറ്റായ ചിന്തകളാണ് അവരെ പലപ്പോഴും നയിച്ചിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നല്ലൊരു ആരോഗ്യം കിട്ടണമെങ്കിൽ എപ്പോഴും നല്ലൊരു ഉറക്കം കിട്ടണം കുട്ടിക്ക് എപ്പോഴും. അപ്പോൾ സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് ബെഡിൽ നിന്ന് കുറേ സമയം ഫോൺ നോക്കിയിരുന്ന് ഉറക്കം വരാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള കുറേ കുട്ടികൾ ഉണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ കാണിക്കാൻ കുറേ കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ സാധാരണ ഈ ഫോണിൻ്റെ ഉപയോഗം പരമാവധി നൈറ്റ് ടൈം ഒഴിവാക്കുക. നമ്മളിപ്പം സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ നമ്മൾ സാധാരണ സ്ക്രീൻ ടൈം എന്നാ പറയാം. സാധാരണ നമ്മുടെ ഒരു 5 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് 24 അവർ, അതായത് ഒരു ദിവസം പരമാവധി 2 അവറാണ് പറയുന്നത്, 2 മണിക്കൂർ. ഈ 2 മണിക്കൂർ ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ് കൂടി പറയുന്നുണ്ട്. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാക്സിമം 2 മണിക്കൂർ മാത്രം ഫോൺ ഉപയോഗിക്കാനാണ് പറയുന്നത് കുട്ടി. ഫോൺ എന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം എന്നാ പറയാം. ഫോണ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ് ഇതൊക്കെ അതിൽ പെട്ടു. പക്ഷെ ഇത് 2 മണിക്കൂർ പോലും അല്ല, അതിൽ എത്രയോ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയൊക്കെയാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേരൻസും അതിന് കുറേ ഉത്തരവാദികളാണ്. സാധാരണ രീതിയിൽ നമ്മളെ ഇപ്പം ബെഡ്റൂമിലേക്ക് കുട്ടി കിടക്കാൻ പോകുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോഴും പേരൻസ് തന്നെ ഫോൺ ഉപയോഗിക്കും. അപ്പോൾ ഇവരും അത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ സാധാരണ ഈ നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ വരുന്ന ഒരു ബ്ലൂ ലൈറ്റിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്. ബ്ലൂ ലൈറ്റ് കുറച്ച് കൂടുതലാണ് ഈ ഡിജിറ്റൽ മീഡിയാസ് നിന്ന് വരുന്നത്. അപ്പോൾ സാധാരണ ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്
നമ്മുടെ ബ്രെയിനിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ വരെ അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടി ഇപ്പം 10 മണിക്കാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്നതെങ്കിൽ അവരൊരു 1 മണിക്കൂർ ഫോൺ യൂസ് ചെയ്തു, ഒരു 11 മണി യൂസ് ചെയ്താൽ അതിന് സ്വാഭാവികമായിട്ട് ഉറക്കം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ കുറേ ഹോർമോൺസ് ഉണ്ട്, മെലാറ്റോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ആക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഉറക്കം വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും 1-2 മണിക്കൂർ ലേറ്റ് ആവും. അപ്പോൾ അവൻ രാവിലെ പക്ഷേ നേരത്തെ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി നേരത്തെ എഴുന്നേക്കും, സ്കൂളിൽ വരും, സ്കൂളിൽ നിന്ന് ക്ലാസ്സിന് ഉറക്കം പോകും, പഠനത്തിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പറയാം സ്ലീപ്പ് ഹൈജീൻ എന്നാണ് പറയുക. അത് നമ്മുടെ ഉറക്കത്തിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നല്ലൊരു ഉറക്കം കിട്ടിയാൽ മാത്രമേ പിറ്റേ ദിവസം കുട്ടി വളരെ ആക്റ്റീവായി മൈൻഡ് ഫ്രഷായിട്ട് ക്ലാസ്സിൽ വരാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പറയാം സ്ലീപ്പ് ഹൈജീൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധാരണ ബെഡിൽ വേറൊരു ആക്ടിവിറ്റിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ചില കുട്ടികളൊക്കെ ബെഡിൽ ഇരുന്നിട്ടൊക്കെയാണ് അവരുടെ ഹോംവർക്ക് ചെയ്യുക. ബെഡിലിരുന്നും മുമ്പോട്ട് ബെൻഡ് ചെയ്തിട്ടൊക്കെ ഇരുന്ന് എഴുതുന്നൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ സമയം എങ്ങനെ ചെയ്താൽ കഴുത്ത് വേദന, നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ് എപ്പോഴും ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ബെഡിന് മുകളിൽ നിന്ന് ഹോംവർക്ക് ചെയ്തിട്ട് നമ്മൾ വായന, എഴുത്ത്, പേരൻസിനെ കാണും, സിനിമയൊക്കെ കാണും, ചില ബെഡിൽ കിടന്നിട്ട് അതൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടികൾ പറയുക. അപ്പം ബെഡ് ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. പിന്നെ ചില കുട്ടികൾ ബെഡിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. മണിക്കൂർ മുമ്പ് വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ലൊരു ഉറക്കം കിട്ടുള്ളൂ കുട്ടിക്ക്. അതുപോലെ തന്നെ ഭക്ഷണം. ഇപ്പം മിക്കവാറും നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നൊരു സാധനമാണ് ഭക്ഷണം, വ്യായാമം, ഉറക്കം. ഇതിൽ ഭക്ഷണത്തിന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ മിക്കപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോവുക. പിന്നെ അതുമൊക്കെ ഇതുപോലെ രാവിലെ ഫുഡ് സ്കിപ്പ് ചെയ്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിച്ച് വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തും. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതും അപ്പോൾ നമ്മുടെ രാത്രി ഉറക്കത്തിനെ ബാധിക്കും, ശരീരം മെലിയാനൊക്കെ ഒരു കാരണമാകും. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കുട്ടീൻ്റെ ഉറക്കത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം, അടുത്ത കാര്യം സാധാരണ കുട്ടികളുടെ കൂടുതൽ ബാധിക്കുന്ന നമ്മളെ ഫ്രണ്ട് സർക്കിൾ, അവരുടെ ഒരു സൗഹൃദ വലയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളുടെ നമ്മളെ പേരൻസിൻ്റെ ഒരു നോട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, ചെറിയ കുട്ടികളെല്ലാം ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവരെന്തൊക്കെ ആക്ടിവിറ്റീസാണ് സ്കൂളിൽ നിന്ന് ചെയ്യുന്നത്, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെന്നൊക്കെ ഒരു പുറമേ നിന്നുള്ളൊരു നോട്ടം മാത്രം. കൂടുതൽ അവരെ നിയന്ത്രിക്കാനും പാടില്ല. നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് പാരൻറ്റിങ് എന്നുള്ള രീതിയിലായിരിക്കണം കുട്ടികൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രം വരുത്തുക. ഒരിക്കലും അവരുടെ മാർക്ക് അല്ലെങ്കിൽ സ്കൂളിലെ പെർഫോമൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസിലുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ സ്പോർട്സിലൊക്കെയുള്ള ആക്ടിവിറ്റീസ്, അതൊന്നും വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും കുട്ടികളുടെ ഒരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും വളർത്തിയെടുക്കുക. നമ്മളെപ്പോഴും പറയാം, നമുക്കിപ്പം ഈ മെൻ്റൽ ഹെൽത്തായ ആണ് ഇന്നത്തെ ടോപ്പിക്. അതുകൊണ്ട് സാധാരണ എന്തൊരു മെൻ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴും അതെപ്പോഴും ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ഈ പ്രശ്നം അനുഭവിക്കുന്ന ആൾ പോകില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കേണ്ടത് അവൻ്റെ പേരൻസുമായിട്ടായിരിക്കണം. അതായത് അവൻ എങ്ങനെയാണോ നമ്മളൊരു UKG LKG പോകുന്ന കുട്ടികൾ രാവിലെ LKG പോയി തിരിച്ചു വന്ന് മിക്കവാറും കുട്ടികൾ രാത്രി അമ്മമാരോട് അച്ഛന്മാരോട് അവിടെ ഇന്ന് നടന്ന കഥകളൊക്കെ പറയും. അവിടെ എന്തായി, ഇന്ന് മറ്റേ ഫ്രണ്ട് വന്നില്ല, ഭക്ഷണം ഇന്നതായിരുന്നു, അതുപോലെ അവിടെ നടന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ പറയും. അതേ ഒരു മൈൻഡ് കുട്ടിയിൽ വളർന്നു വരുമ്പോഴും, അതായത് കുട്ടി ഈവൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും അതുപോലെ അവനെന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കുട്ടി വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞ ലഹരിൻ്റെ അടിമയാവോ വേറെ എന്തെങ്കിലും സമൂഹത്തിനെതിരെയുള്ളൊരു പ്രവർത്തനത്തിൽ നിന്ന് പങ്കെടുക്കാനോ ഒന്നും സാധ്യതയില്ല. അപ്പോൾ എപ്പോഴും അവന് എന്തും തുറന്നു പറയാനുണ്ട്, അവനൊക്കെ അവൾക്കായാലും ആ കുട്ടിക്ക് എപ്പോഴും എന്തും തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവരത് ഇപ്പം എന്തെങ്കിലും വിഷമമുണ്ടായി, ഇതിപ്പോൾ പേരൻസിനോട് പറഞ്ഞ് പേരൻസിനെ ഇഷ്ടപ്പെടില്ല, ദേഷ്യം വരും, അവരെന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടുന്നൊരു ധാരണ കൂടുന്നുണ്ട്. അപ്പം ഈ സൂയിസൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ദിശ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെൽപ്പ് ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ നമ്മളെപ്പോഴും പറയും ഈ വിഷാദ രോഗം ഉള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊക്കെ വിചാരിക്കുക വിഷാദ രോഗം എന്നൊക്കെ പറയുന്നത് വലിയ ആൾക്കാർക്കും ഉണ്ടാവുള്ളൂ.
വലിയ ആൾക്കാർ എന്താ പറയുക അവരുടെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇപ്പം ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊടുക്കുന്നവർക്കാണ് സാധാരണ വിഷാദം വരികയെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, കുട്ടികളിലും വിഷാദരോഗം കാര്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പം സാധാരണ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വെച്ചാൽ നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ഇതുവരെ ഉണ്ടായ സ്വഭാവത്തിന് എനിക്ക് തോന്നുന്നത് എപ്പോഴും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ പേരൻസിനെ എപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ടീച്ചറോട് ചോദിക്കുക സ്കൂളിൽ എങ്ങനെയുണ്ടാവും, ക്ലാസ്സിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ടീച്ചറോട് സ്കൂളിൽ നിന്ന് കുട്ടീൻ്റെ പെരുമാറ്റം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നൊക്കെ നിരീക്ഷിക്കാൻ പറയുക. ആ രീതിയിൽ നമ്മളെപ്പോഴും കുട്ടീനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഒരിക്കലും നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുട്ടീനെ മുകളിൽ വരാനും പാടില്ല. പിന്നെ സാധാരണ ഞാൻ പറഞ്ഞു ഡ്രഗ് അബ്യൂസിൻ്റെ ഒക്കെ പറഞ്ഞു, നമുക്ക് സ്കൂളുകളിൽ നിന്നൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഫ്രണ്ട്ഷിപ്പിൻ്റെ Dear parents and my dear students, a very warm good afternoon to everyone. At the end of today's PTA meeting, it is my privilege to propose a vote of thanks. First of all, I sincerely thank respected Principal Reverend Sister Mercy B. Goikada for guiding this meeting. I also extend my heartfelt gratitude to Dr. Srinath from Ashraya Clinic, Parappa. Your valuable insight and guidance have helped us to understand important aspect of health and well-being. Thank you, sir, for your presence and support. A special thanks to